Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഭാഗമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗമാണ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ചിരുന്നു ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിരുന്നു. ഭരണഘടന ഭേദഗതികൾ കുറേ പഠിക്കുന്നുണ്ട്. 42-ാം ഭേദഗതി, 44, 72, 73, 56 അങ്ങനെ കുറേ അമെൻമെൻറ്റുകളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ്, അത് ചെയ്യുന്ന വഴികൾ, മെത്തേഡുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ചെറിയ ക്ലാസ്സാണ് ഇടുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്, എന്തിനാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ആ പ്രൊസീജിയറൊക്കെ നമുക്ക് നോക്കാം. ഓർത്തിക്കുക, ദി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന ദി ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ടേക്കൺ ഫ്രം സൗത്ത് ആഫ്രിക്ക. നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടന ഭേദഗതി ആശയം നമ്മൾ കടമെടുത്തുള്ളത്. ഭരണഘടന ഭേദഗതി എന്ന ആശയം നമ്മൾ കടമെടുത്തുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. ആർട്ടിക്കിൾ എന്നത് 368 ആണ്, പാർട്ട് ഓഫ് 20 ആണ്. നമ്മുടെ ഭരണഘടന 20-ാം ഭാഗം, ഭരണഘടന 20-ാം പാർട്ടിൽ ആർട്ടിക്കിൾ 368 എന്ത് ചെയ്യുന്നത്, മെൻഷൻ അബൌട്ട് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അല്ലെങ്കിൽ പവർ ഓഫ് പാർലമെന്റ് ടു അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമെന്നത് പാർലമെന്റ് നിക്ഷിപ്തമാണ്. പാർലമെന്റിന് മാത്രമേ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പാർട്ട്, ഭരണഘടനാ പാർട്ട് എന്നത് 20 ആണ്. പാർട്ട് 20-ലാണ് പറയുന്നത്. ആർട്ടിക്കിൾ 368 ആണ്. ആർട്ടിക്കിൾ 360, അപ്പം മറക്കണ്ട, ആർട്ടിക്കിൾ 368 ഓഫ് പാർട്ട് 20 മെൻഷൻ അബൌട്ട് ദി പവർ ഓഫ് പാർലമെന്റ് ടു അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടന ഭേദിച്ചുള്ള അധികാരം പാർലമെന്റ് നിശ്ചിതമാണ്. ആർട്ടിക്കിൾ 368 പാർട്ട് 20 എന്ന് പറയുന്നത്. ഇനി ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ആശയം നമ്മൾ കടമെടുത്ത് സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞത് എന്തിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മൾ കാലത്തിനനുസരിച്ച് കോലം മാറുക എന്നൊക്കെ പറയില്ല. അതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള നിയമങ്ങൾ കാലാഹരണപ്പെടുക അല്ലെങ്കിൽ മാറുന്ന സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ വ്യവസ്ഥകൾക്കനുസരിച്ച് നമ്മുടെ നിയമങ്ങൾക്കും റൂൾസുകൾക്കും മാറ്റം വന്നേ മതിയാകും. ക്ലിയറായ, ഒന്ന് നിലവിലുള്ള നിയമങ്ങൾ കാലാഹരണപ്പെട്ടു പോവുക, അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യകത വരിക, കാലാഹരണപ്പെട്ടു പോവുക. രണ്ടാമത് മാറുന്ന രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ നിയമങ്ങൾക്കും നമുക്ക് മാറ്റം വരുത്തണം. ഈ ഒരു ആവശ്യകതയിലാണ് നമ്മൾ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. അപ്പോൾ ഭേദഗതി ചെയ്യാനുള്ള വഴികൾ പൊതുവെ 3 വഴികളാണുള്ളത്. എങ്ങനെ, ഒന്ന് സിമ്പിൾ മജോറിറ്റി എന്ന് പറയുന്നത്, മറ്റൊന്ന് സ്പെഷ്യൽ മജോറിറ്റിയിലാണ്, മൂന്നാമത്തെ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മജോറിറ്റിയാണ്. ഏതൊക്കെയാണ്? ഒന്ന് സ്പെഷ്യൽ മജോറിറ്റി, ഒന്ന് നമ്മൾ പാർലമെന്റ് സിമ്പിൾ മജോറിറ്റി എന്ന് പറയുന്നു. രണ്ടാമത് സ്പെഷ്യൽ മജോറിറ്റിയാണ്. സിമ്പിൾ മജോറിറ്റി, സ്പെഷ്യൽ മജോറിറ്റി എന്ന് രണ്ടാമത്. മൂന്നാമത്തെ അബ്സല്യൂട്ട് മജോറിറ്റി ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ അമെൻമെന്റ് ആർട്ടിക്കിൾ മറക്കരുത് 368 പാർട്ട് 20 എന്ന് ഓർത്തിക്കുക. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കടം വാങ്ങിയ പോയിന്റ് ഓർത്തിക്കുക. ഇനി ഒന്നാമത് ഭേദഗതി ചെയ്യുന്ന വഴി എന്ന് വെച്ചാൽ സിമ്പിൾ മജോറിറ്റി ഓഫ് പാർലമെന്റ് ആണ്. എന്ന് പറയാം, സിമ്പിൾ മജോറിറ്റി ഓഫ് പാർലമെന്റ്. ദാറ്റ് മീൻസ് പാർലമെന്റിന്റെ പകുതിയിലധികം ആളുകളുടെ സമ്മതം ഉണ്ടാവുക, അല്ലെങ്കിൽ പാർലമെന്റിന്റെ പകുതിയിലധികം ആളുകൾ ഭൂരിപക്ഷം. അതാണ് സിമ്പിൾ മജോറിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത്. മോർ ദാൻ ഹാഫ് ഓഫ് ദി ടോട്ടൽ എന്നാ പറയുന്നത്. മൊത്തത്തിൽ പകുതിയിലധികം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 ആളുകളാണ് സഭയിലുള്ളെങ്കിൽ പ്രസിഡന്റ് ആൻഡ് വോട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്രസിഡന്റ് വോട്ടിംഗ്. അപ്പോൾ 100 ആളുകളാണ് പാർലമെന്റിൽ വരുന്നതെങ്കിൽ അതിൽ 51 ആളുകൾ കൈപ്പൊക്കുക, അല്ലെങ്കിൽ 51 ആൾ അനുകൂലമായി വോട്ട് ചെയ്ത, അതാണ് സിമ്പിൾ മജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ മജോറിറ്റി മനസ്സിലായിരിക്കും, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് സിമ്പിൾ മജോറിറ്റിയാണ്. ദാറ്റ് മീൻസ് മോർ ദാൻ ഹാഫ് ഓഫ് ദി ടോട്ടൽ എന്ന് പറയാം. മൊത്തം പ്രസിഡന്റ് ആൻഡ് വോട്ടിംഗ്, അതിൽ പകുതിയിലധികം ഒരാൾ കൂടുതൽ ഉണ്ടായാൽ മതി. ആ പകുതിയിലധികം ഉണ്ടായാൽ സിമ്പിൾ മജോറിറ്റി. ഇതെങ്ങനെയാണ് പൊതുവെ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് പൊതുവെ ഉപയോഗിച്ചത്? ഒന്ന് അഡ്മിഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്, ആൾട്രേഷൻ ഓഫ് സ്റ്റേറ്റ് ബോർഡർ, നെയിംസ് ആൻഡ് ഏരിയ, എക്സെട്ര തുടങ്ങിയ കാര്യങ്ങൾക്ക്. ഒന്ന്, പുതിയ സ്റ്റേറ്റുകൾക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുക. ഇന്ത്യൻ യൂണിയനിൽ പുതിയ സ്റ്റേറ്റുകൾ അഡ്മിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ പുതിയ സംസ്ഥാനം രൂപീകരിക്കുക, പുതിയ സ്റ്റേറ്റുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റേറ്റുകളുടെ അട്രാക്ഷൻ വരുത്തുക, അതിൻ്റെ ബോർഡർ അതിർത്തികൾ മാറ്റി വരയ്ക്കുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റുകളുടെ പേര് മാറ്റുന്നു. ഒറീസ എന്നുള്ളത് ഒഡീഷയാക്കുന്നു, അങ്ങനെ സ്റ്റേറ്റുകളുടെ പേരുകൾ മാറ്റുന്നു, പുതിയ സ്റ്റേറ്റുകളെ ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതോടൊപ്പം തന്നെ പാർലമെന്ററി പ്രൊസീജിയേഴ്സ്, പാർലമെന്ററി നടപടിക്രമങ്ങൾ, കോറം ഓഫ് പാർലമെന്റിന്റെ കോറം എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രിവിലേജ് ഓഫ് പാർലമെന്റ് ആൻഡ് പ്രിവിലേജ് ഓഫ് മെമ്പേഴ്സ്, പാർലമെന്റിലെ പ്രിവിലേജുകൾ, പാർലമെന്റ് അംഗങ്ങളുടെ പ്രിവിലേജുകൾ, ഇങ്ങനെയുള്ള വളരെ ചെറിയ കാര്യങ്ങൾ. ഈ ചെറിയ കാര്യങ്ങളെല്ലാം ഭേദഗതി വരുത്താൻ നമുക്ക് പാർലമെന്റിന്റെ സിമ്പിൾ മജോറിറ്റി മതി. ക്ലിയർ ആയില്ലോ? അപ്പോൾ ഇങ്ങനെ വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ സ്റ്റേറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, സ്റ്റേറ്റുകളുടെ ബോർഡർ ആൾട്രേഷൻ വരുത്തുക, പേരുകൾക്ക് മാറ്റം വരുത്തുക, പാർലമെന്റിലെ നടപടിക്രമങ്ങൾ, പാർലമെന്റിലെ പ്രിവിലേജുകൾ, പാർലമെന്റ് അംഗങ്ങളുടെ പ്രിവിലേജുകൾ, കോറം തുടങ്ങിയ വളരെ ചെറിയ കാര്യങ്ങളെല്ലാം മാറ്റം വരുത്തണമെങ്കിൽ, ഭരണഘടനയിൽ മാറ്റം വരുത്തണമെങ്കിൽ പാർലമെന്റിന്റെ സിമ്പിൾ മജോറിറ്റി മതി. ദാറ്റ് മീൻസ് സ്പെഷ്യൽ മജോറിറ്റി അല്ല എന്ന് പറയുന്നത്. സിമ്പിൾ മജോറിറ്റി ഓഫ് പാർലമെന്റ് മീൻസ് ഉദ്ദേശിക്കുന്നത് മോർ ദാൻ ഹാഫ് ഓഫ് ദി ടോട്ടൽ പ്രസന്റിംഗ് ആൻഡ് വോട്ടിംഗ് എന്നാണ്. സഭയിൽ വന്ന് പ്രസന്റായ ആളുകളും അതിൽ വോട്ട് ചെയ്യുന്നതിൽ പകുതിയിലധികം ആളുകളുടെ
ഭൂരിപക്ഷം. അതാണ് സിമ്പിൾ മജോറിറ്റി എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ചെറിയ കാര്യങ്ങൾക്കാണ് നമ്മൾ ഒന്നാമത്തെ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ നോക്കിക്കുക, സ്പെഷ്യൽ മജോറിറ്റി ഓഫ് പാർലമെന്റ്. സ്പെഷ്യൽ മജോറിറ്റി ഓഫ് പാർലമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ മെത്തേഡാണ്. ഇത് സ്വല്പം കൂടി ടഫാണ്. എന്ന് വെച്ചാൽ പൊതുവെ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ അംഗസംഖ്യയാണ്. ടോട്ടൽ അംഗസംഖ്യയിലെ മജോറിറ്റി ഉണ്ട്. ദെൻ മജോറിറ്റി ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ്. മജോറിറ്റി ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മോർ ദാൻ ഹാഫ് ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് ആണ്. ആൻഡ് 2/3 മജോറിറ്റി ഓഫ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്ന് പറയുന്നത്. മജോറിറ്റി ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ് ആൻഡ് 2/3 മജോറിറ്റി ഓഫ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്ന്. ഇതാണ് സ്പെഷ്യൽ മജോറിറ്റി. എന്ന് വെച്ചാൽ മൊത്തം പാർലമെന്റ് അംഗസംഖ്യ, ആ മൊത്തം പാർലമെന്റിന്റെ അംഗസംഖ്യയിൽ പകുതിയിലധികം ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. ഞാനിപ്പോൾ രാജ്യസഭയിൽ ലോകസഭയൊക്കെ കൂടിയിട്ട് ഒരു 200 ആളുകളുണ്ടെങ്കിൽ 100-ലധികം ആളുകൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഓരോ സഭയിലും പാസ്സാകുമ്പോൾ തന്നെ അതിലെ മൊത്തം അംഗസംഖ്യ, ഇപ്പോൾ രാജ്യസഭ നമുക്കറിയാം 250 ആളാണ്, അപ്പോൾ 125, 126 ആളെങ്കിലും വേണം. അപ്പോൾ ടോട്ടൽ അംഗസംഖ്യയുടെ പകുതിയിലധികം വേണം. അതോടൊപ്പം തന്നെ 2/3 മജോറിറ്റി ഓഫ് എന്നും കൂടി പറഞ്ഞു. 2/3 മജോറിറ്റി, അതാണ് സ്പെഷ്യൽ മജോറിറ്റി. അപ്പോൾ 2/3 മജോറിറ്റി ഓഫ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. അപ്പോൾ മൊത്തം അംഗസംഖ്യയുടെ പകുതിയിലധികം വേണം. അതുകൂടാതെ പ്രസന്റ് സഭയിൽ സന്നിധരായതിൽ 3/2 ഭൂരിപക്ഷം കൂടി ഉണ്ടായിരിക്കണം. ഇതിനാണ് നമ്മൾ എന്താണ് സ്പെഷ്യൽ മജോറിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ? ഞാൻ ഒന്നുകൂടി പറയാം. മൊത്തം അംഗസംഖ്യയിൽ പകുതിയിലധികം ഉണ്ടായിരിക്കണം. അതുകൂടാതെ പ്രസിഡന്റ് ആൻഡ് വോട്ടിംഗ്, സഭയിൽ സന്നിധരായി വോട്ട് ചെയ്യുന്നതിൽ 3/2 ഭൂരിപക്ഷം, 2/3 മജോറിറ്റി ഓഫ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്ന് പറയും. അതിൽ 3/2 ഭൂരിപക്ഷം. ഇതാണ് നമ്മൾ സ്പെഷ്യൽ മജോറിറ്റി എന്ന് പറയുന്നത്. എന്താ പറയുക? സ്പെഷ്യൽ മജോറിറ്റി. ഇത് പ്രധാനമായിട്ടും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യം, നമ്മുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ പ്രൊവിഷൻസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ഫസ്റ്റ് ആൻഡ് തേർഡ് കാറ്റഗറി. നമ്മൾ ഈ ഒന്നാമത് സിമ്പിൾ മജോറിറ്റി പറയുന്നത്, ഇനി മൂന്നാമത് പറയുന്ന കാറ്റഗറി, അതിൽ രണ്ടിലും ഉൾപ്പെടാത്ത ഭാഗങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് ഏതോ പ്രകാരം ചെയ്യാം, ഈ സ്പെഷ്യൽ മജോറിറ്റി പ്രകാരം ഭേദഗതി ചെയ്യാമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലോ? ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്, സ്പെഷ്യൽ മജോറിറ്റി. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മജോറിറ്റി എന്ന് പറയാം. അബ്സല്യൂട്ട് മജോറിറ്റി എന്നാണ് മൂന്നാമത്തെ പാർട്ട്. ഈ അബ്സല്യൂട്ട് മജോറിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞാൽ പ്രധാനപ്പെട്ട അബ്സല്യൂട്ട് മജോറിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ മജോറിറ്റി ഓഫ് പാർലമെന്റ് ഉണ്ട്, ദാറ്റ് മീൻസ് മജോറിറ്റി ഓഫ് ടോട്ടൽ മെമ്പർ ഓഫ് പാർലമെന്റ് ഉണ്ട്, ആൻഡ് 2/3 മജോറിറ്റി ഓഫ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ഉണ്ട്, ആൻഡ് റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദി മോർ ദാൻ ഹാഫ് ഓഫ് ദി ടോട്ടൽ സ്റ്റേറ്റ് എന്ന് പറയും. എന്താ ഞാൻ പറഞ്ഞത്? മജോറിറ്റി ഓഫ് ടോട്ടൽ പാർലമെന്റ് മെമ്പേഴ്സ് ആൻഡ് 2/3 majority of presenting and voting, and ratification of അല്ലെങ്കിൽ consent of more than half of the total state. consent of more than half of the total state. റാറ്റിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നതാണ്. എന്ന് വെച്ചാൽ മൊത്തം പാർലമെന്റിന്റെ പകുതിയിലധികം ഭൂരിപക്ഷം ഉണ്ടായിരിക്കും. നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ മൊത്തം അംഗങ്ങളുടെ പകുതിയിലധികം ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 2/3 മജോറിറ്റി ഓഫ് പാർലമെന്റ് ഉണ്ടായിരിക്കണം. അതുകൂടാതെ മോർ ദാൻ ഹാഫ് ഓഫ് ദി ടോട്ടൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൊത്തം സംസ്ഥാനങ്ങളുടെ പകുതിയിലധികം സംസ്ഥാനങ്ങൾ കൂടി അത് അംഗീകരിക്കണം. അല്ലെങ്കിൽ മൊത്തം സംസ്ഥാനങ്ങളിൽ പകുതിയിലധികം സംസ്ഥാനങ്ങൾ കൂടി അത് വോട്ട് ചെയ്ത് പാസ്സാക്കണം. ഇതിനാണ് നമ്മൾ അബ്സല്യൂട്ട് മജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്പെഷ്യൽ മജോറിറ്റിയിൽ പാർലമെന്റ് അംഗങ്ങൾ, രാജ്യസഭ, ലോകസഭ, അതിലെ ഭൂരിപക്ഷം മാത്രമേ വരുന്നുള്ളൂ. അതിലെ 2/3 മജോറിറ്റി മാത്രമേ വരുന്നുള്ളൂ. അബ്സല്യൂട്ട് മജോറിറ്റി എന്ന് പറയുമ്പോൾ പാർലമെന്റിന് 2 സഭകളെ 2/3 മജോറിറ്റി ഉണ്ട്. അതുകൂടാതെ നമ്മുടെ മൊത്തം സംസ്ഥാനങ്ങൾ 28 സ്റ്റേറ്റ് നമുക്കറിയാം. അപ്പോൾ അതിൽ 15-ലധികം സംസ്ഥാനങ്ങൾ, മോർ ദാൻ ഹാഫ്, 14 എന്ന് വെച്ചാൽ 15 അധികം സംസ്ഥാനങ്ങൾ, 15ഓളം സംസ്ഥാനങ്ങൾ വേണം. പകുതിയിലധികം സംസ്ഥാനങ്ങൾ കൂടി ആ ബില്ല് പാസ്സാക്കിയെടുക്കണം. ഇതിനാണ് നമ്മൾ അബ്സല്യൂട്ട് മജോറിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലോ? അപ്പോൾ ഇത് പ്രധാനമായിട്ടും എന്തെല്ലാം കാര്യങ്ങൾ? ഒന്ന് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, സാലറി ഓഫ് പ്രസിഡന്റ്, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, അതിൻ്റെ സാലറി ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവർ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള ലെജിസ്ലേറ്റീവ് നിയമനിർമ്മാണ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ പാർലമെന്റിന് ചില കാര്യങ്ങൾ നിയമം ഉണ്ടാക്കുന്ന അധികാരം സംസ്ഥാനങ്ങൾക്കില്ല. അപ്പോൾ അങ്ങനെ നിയമനിർമ്മാണ അധികാരങ്ങളുമായി കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എക്സിക്യൂട്ടീവ് പവർ ബിറ്റ്വീൻ യൂണിയൻ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന എക്സിക്യൂട്ടീവ് പവറുകൾ. അതോടൊപ്പം പവർ ഓഫ് പാർലമെന്റ് ടു അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന ഭേദിച്ചുള്ള അധികാരം പാർലമെന്റിനാണ്, തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പോൾ ഭരണഘടന ഭേദിച്ചുള്ള അധികാരം പാർലമെന്റാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഭേദഗതി വരുത്തുക. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് എന്നുള്ള ലെജിസ്ലേറ്റീവ് പവർ, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് എന്നുള്ള എക്സിക്യൂട്ടീവ് പവർ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഭേദഗതി ചെയ്യണം. അതോടൊപ്പം തന്നെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, അതിന് സാലറി അലവൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭേദഗതി ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മൂന്നാമത്തെ മെത്തേഡ് ഉപയോഗിക്കണം. അതായത് അബ്സല്യൂട്ട് മജോറിറ്റി ഉപയോഗിച്ച് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുമെന്നും കൂടി
ഓർത്തുക. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞു majority of total membership of parliament and 2/3 majority of present and voting and consent of more than half of the total seats. മൊത്തം സംസ്ഥാന പകുതിയിലധികം സംസ്ഥാനങ്ങൾ അംഗീകരിക്കണം, അവരത് പാസ്സാക്കി എടുക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ GST ഒക്കെ പാസ്സാക്കി അങ്ങനെ പാസ്സാക്കി എടുക്കും. അതോടൊപ്പം തന്നെ പാർലമെന്റിന്റെ 2 സഭകളിലും 3/2 ഭൂരിപക്ഷം കൂടി ഉണ്ടായിരിക്കും. ഇതാണ് അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന വഴികൾ, മെത്തേഡുകൾ എന്ന് പറയുന്നത്. 1 സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ആണ്, 2 സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ആണ്, 3 എന്താ പറയുന്നത് അബ്സല്യൂട്ട് മെജോറിറ്റി ഓഫ് പാർലമെന്റ്. ഇങ്ങനെ 3 വഴിയിലൂടെ ഭേദഗതി ചെയ്യുന്നത്. ഇനി ഭേദഗതി ചെയ്യുന്ന ഒരു പ്രോസസ് എന്ന് വെച്ചാൽ പാർലമെന്റ് ഇരുസഭകളും ഏത് രാജ്യസഭ ഓർ ലോക്സഭ, രാജ്യസഭയിലോ ലോക്സഭയിലോ ഏത് സഭയിലും ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ബൈ എനി മെമ്പർ ഓഫ് പാർലമെന്റ് ആൻഡ് മിനിസ്റ്റർ. ഇപ്പോൾ പാർലമെന്റിലെ ഏതൊരു മന്ത്രിക്കായാലും അല്ലെങ്കിൽ ഒരു മെമ്പേഴ്സിനായാലും എന്ത് ചെയ്യാം, ഈ ഭേദഗതി ബില്ല് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഏത് രാജ്യസഭ ഓർ ലോക്സഭ, രാജ്യസഭയിലോ ലോകസഭയിലോ ഈ ബില്ല് അവതരിപ്പിക്കാം. ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ സാധാരണ ഒരു പാർലമെന്റ് അംഗത്തിനോ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാവുന്നതാണ്. അത് അവതരിപ്പിച്ച് അത് പാസ്സാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഓരോ സഭയിൽ നമ്മൾ ഓരോ ഭേദഗതിക്ക് അനുസരിച്ച് ഇത് പാസ്സാക്കി എടുക്കണം. അപ്പോൾ ഒരു സഭയിൽ പാസ്സാക്കുന്നു, ആ സഭയിൽ പാസ്സാക്കി കഴിഞ്ഞാൽ സ്പെഷ്യൽ മെജോറിറ്റി ആണെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി, സിമ്പിൾ മെജോറിറ്റി ആണെങ്കിൽ സിമ്പിൾ മെജോറിറ്റി ഓർ അബ്സല്യൂട്ട് മെജോറിറ്റിനെ ആ രീതിയിൽ. അപ്പോൾ ഏതിലാണ് ഒരു സഭയിൽ പാസ്സാക്കിയാൽ ദെൻ ഗോ ടു നെക്സ്റ്റ് കൗൺസിൽ, അടുത്ത കൗൺസിലേക്ക് അത് പോകുന്നു, അടുത്ത സഭയിൽ അവിടെ പാസ്സാക്കുന്നു. അവിടെയും പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ കയ്യിലെത്തുന്നു. രാഷ്ട്രപതിക്ക് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ രാഷ്ട്രപതി സൈൻ ചെയ്യുന്നു. അതിന് മുന്നൊരു കാര്യം, ഒരു സഭയിൽ പാസ്സായി മറ്റൊരു സഭയിൽ പാസ്സാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സഭയിൽ പാസ്സായി മറു സഭയിൽ പാസ്സായി കഴിഞ്ഞാൽ 2 സഭയിലും പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് എത്തുന്നു, രാഷ്ട്രപതി സൈൻ ചെയ്യുന്നു, നിയമമാകുന്നു. പക്ഷെ ഒരു സഭയിൽ പാസ്സായി മറ്റൊരു സഭയിൽ പാസ്സായില്ലെങ്കിൽ 2 സഭകളും കൂടി നമുക്ക് ഒരു ജോയിന്റ് സെഷൻ വിളിക്കാൻ സാധ്യമാണ് എന്ന് ഓർക്കുക. ഇൻ ദി കേസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ദർ ഇസ് നോ ചാൻസ് ഫോർ എ ജോയിന്റ് സെഷൻ ഓഫ് പാർലമെന്റ് ഫോർ പാസിംഗ് ഔട്ട് ദി ബിൽ എന്നും കൂടി ഓർക്കുക. ഈ പാർലമെന്റ് സാധാരണ നമ്മൾ ഓർഡിനറി ബില്ലൊക്കെ പാസ്സാക്കുന്ന പോലെ 2 സഭയിൽ ഏതെങ്കിലും ഒരു സഭയിൽ പാസ്സായി മറ്റൊരു സഭയിൽ പാസ്സായില്ലെങ്കിൽ 2 സഭകളും കൂടി ചേർന്ന് നമ്മൾ ജോയിന്റ് സെഷൻ വെക്കാറുണ്ട്. പാർലമെന്റ് സംയുക്ത സമ്മേളനം വെച്ച് അതിലൂടെ പാസ്സാക്കി എടുക്കാറുണ്ട്. ഓർക്കുക, ഭരണഘടനാ ഭേദഗതി ബില്ലും മണി ബില്ലും ഈ കാര്യം സാധ്യമല്ല. അപ്പോൾ ഭരണഘടനാ ഭേദഗതി ബില്ലിൽ ജോയിന്റ് സെഷൻ എന്ന് പറയുന്നത് പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടാൻ അധികാരമില്ല എന്നോർക്കുക. ഒരു സഭയിൽ പാസ്സായി മറു സഭയിൽ പാസ്സായില്ലെങ്കിൽ ആ ബില്ല് പിന്നെ പാസ്സാകുന്നില്ല എന്നർത്ഥം. പിന്നെ വീണ്ടും ആ സഭയിൽ തന്നെ അത് പാസ്സാക്കി എടുക്കല്ലാതെ വേറെ നിർത്തി. അപ്പോൾ നോ ചാൻസ് ഫോർ എന്താണ് ജോയിന്റ് സെഷൻ ഓഫ് പാർലമെന്റ് ഇൻ ദി കേസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ. ആ ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ കാര്യത്തിൽ പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടാൻ പാടില്ല എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി 2 സഭകൾ പാസ്സാക്കുന്ന രാഷ്ട്രപതിക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, രാഷ്ട്രപതിക്ക് അത് വിത്തൾഡ് ചെയ്യാവോ, അത് ഒപ്പിടണോ, അത് തിരിച്ചയക്കും. ഓർത്ത് വയ്ക്കുക, ഇൻ ദി കേസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബിൽ രാഷ്ട്രപതിക്ക് എന്ത് ഉപയോഗിക്കാമില്ല, ഈ സസ്പെൻസീവ് വിറ്റോ ഉപയോഗിക്കാമില്ല. വെച്ചാൽ അത് ആ ബില്ല് തിരിച്ചയക്കാൻ പാടില്ല. രാഷ്ട്രപതിക്ക് ആ ബില്ല് തിരിച്ചയക്കാൻ പാടില്ല. ആ ബില്ല് രാഷ്ട്രപതി എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ രാഷ്ട്രപതിയുടെ അധികാരങ്ങളും നമ്മുടെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ അതിൽ നമ്മൾ സസ്പെൻസീവ് വീറ്റോ ഉണ്ട്, അബ്സല്യൂട്ട് വീറ്റോ, പോക്കറ്റ് വീറ്റോ, അങ്ങനെ 3 വീറ്റോ പാർലമെന്റ്. അതിൽ സസ്പെൻസീവ് വീറ്റോ എന്ന രാഷ്ട്രപതി ബില്ല് വീണ്ടും തിരിച്ചയക്കുകയാണ്, പാർലമെന്റിലേക്ക് തിരിച്ചയക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ കാര്യത്തിൽ രാഷ്ട്രപതിക്ക് അത് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഷുഡ് ബി സൈൻഡ്. അദ്ദേഹം അത് സൈൻ ചെയ്തേ മതിയാകൂ എന്നും കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയില്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രപതി അത് സൈൻ ചെയ്ത ഭരണഘടനാ ഭേദഗതി നടപ്പായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഭരണഘടനാ ഭേദഗതിയെ നടത്തുന്നതും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഭരണഘടനാ ഭേദഗതി ബില്ലുകളുടെ അല്ലെങ്കിൽ ഭരണഘടനാ ബില്ലുകൾ നമ്മൾ എങ്ങനെ ഭേദഗതി ചെയ്യുന്ന അല്ലെങ്കിൽ ഭേദഗതി ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഒന്ന് ദി ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ടേക്കൻ ഫ്രം സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്ക നമ്മൾ എടുത്തുള്ളത് ഞാൻ പറഞ്ഞു. ആർട്ടിക്കിൾ 368 ആണ്, പാർട്ട് 20 ആണ്. പാർട്ട് 20 പാർട്ട് 20ൽ 368 ആർട്ടിക്കിൾ പ്രകാരം ഭരണഘടന ഭേദിച്ചത്. ഭരണഘടന ഭേദിച്ചാലുള്ള പരിപൂർണമായിട്ടുള്ള അധികാരം ആർക്കും പറ്റും, പാർലമെന്റിന് മാത്രമേ ഉള്ളൂ എന്ന് കൂടി ഓർത്ത് വയ്ക്കുക. പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. അപ്പോൾ ഭേദഗതി ചെയ്യുന്ന വഴികൾ 3 ഞാൻ പറയുന്നത്. സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ്, വളരെ ചെറിയ കാര്യങ്ങളാണ് സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. അത് പാർലമെന്റിൽ സന്നിധരായിരുന്ന ആളുകൾ പകുതിയിലധികം ആളുകൾ അംഗീകരിക്കണം എന്നർത്ഥം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നത്, പുതിയ സ്റ്റേറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, സ്റ്റേറ്റുകൾ ഫോം ചെയ്യുക, സ്റ്റേറ്റുകൾക്ക് ബോർഡർ അട്രാക്ഷൻ വരുത്തുക, അല്ലെങ്കിൽ സ്റ്റേറ്റുകളുടെ പേരുകൾ മാറ്റുക, തുടങ്ങിയ കാര്യങ്ങൾക്ക് വളരെ ചെറിയ കാര്യങ്ങൾക്കാണ് നമ്മൾ സിമ്പിൾ മെജോറിറ്റി എന്ന് ഉപയോഗിക്കുന്നത്. രണ്ടാമത് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് എന്ന് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഫണ്ടമെന്റൽ റൈറ്റ്സും തുടങ്ങിയ കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭേദിച്ചാൽ സ്പെഷ്യൽ മെജോറിറ്റി മാത്രമേ ഉപയോഗിക്കാൻ പാടൂ. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന പാർലമെന്റിന്റെ മൊത്തം അംഗസംഖ്യയിൽ പകുതിയിലധികം ആളുകളുടെ സമ്മതം ഉണ്ടായിരിക്കണം. അതോടൊപ്പം പ്രസന്റിംഗ് ആൻഡ് വോട്ടിംഗ്, സഭയിൽ സന്നിധരായി വോട്ട് ചെയ്യുമ്പോൾ അതിൽ 3/2 ഭൂരിപക്ഷം കൂടി ഉണ്ടായിരിക്കണം. ഇതാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ നമ്മളിപ്പോൾ പറഞ്ഞു അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് വെച്ചാൽ പാർലമെന്റ് മൊത്തം അംഗസംഖ്യയിൽ പകുതിയിലധികം ആളുകളുടെ സമ്മതം ഉണ്ടായിരിക്കണം. അതുകൂടാതെ പ്രസന്റ് ആൻഡ് വോട്ടിംഗ്, സന്നിധരായി വോട്ട് ചെയ്യുന്നവരിൽ 3/2 ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ മൊത്തം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ
പകുതിയിലധികം സംസ്ഥാനങ്ങൾ കൂടി ആ ബില്ല് പാസ്സാക്കിയെടുക്കണം എന്നും കൂടി ഓർത്ത് വയ്ക്കുക. ഇതിനാണ് നമ്മൾ ആബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്. ഇനി സംസ്ഥാനങ്ങൾ ഈ ബില്ല് പാസ്സാക്കിയെടുക്കുന്ന കാലപരിധി എന്ന് വെച്ചാൽ അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്നും പറയുന്നില്ല. ഇത്ര മാസത്തിനുള്ളിൽ, 6 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. എത്ര വർഷത്തിനുള്ളിലാണോ അത്ര വർഷത്തിനുള്ളിൽ അത് പാസ്സാക്കിയെടുത്തേ മതിയാകും എന്നെങ്കിൽ മാത്രമേ ആബ്സല്യൂട്ട് മെജോറിറ്റി നമ്മൾ നടപ്പിലാക്കാൻ പറ്റുമെന്നും കൂടി ഓർക്കുക. അപ്പോൾ ഇതാണ് പാർലമെന്റിന്റെ പ്രൊസീജിയർ. പിന്നെ ഞാൻ പറഞ്ഞു, സഭയിൽ ആർക്ക് വേണമെങ്കിലും അവതരിപ്പിക്കാം. രാജ്യസഭയിലോ ലോകസഭയിലോ എവിടെ വേണമെങ്കിലും പാർലമെന്റ് ബില്ല് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അവതരിപ്പിക്കാമെന്നു. ഏതൊരു രാജ്യസഭ, ലോകസഭ എന്ന് ഞാൻ പറഞ്ഞു. അത് എനി മെമ്പർ ഓഫ് പാർലമെന്റ് ആൻഡ് മിനിസ്റ്റർ, മന്ത്രിയായാലും മറ്റാരായാലും ഏതൊരു മെമ്പറിനും പാർലമെന്റിൽ അവതരിപ്പിക്കാം. ഒരു സഭയിൽ പാസ്സായി മറ്റൊരു സഭയിലേക്ക് പോകാം. മറ്റു സഭയിൽ പാസ്സായി കഴിഞ്ഞാൽ രാഷ്ട്രപതി സൈൻ ചെയ്യുന്നു, ബില്ല് അമെൻമെന്റ് ബില്ല് പാസ്സാകുന്നു. ഒരു സഭയിൽ പാസ്സായി മറ്റു സഭയിൽ പാസ്സായില്ലെങ്കിൽ അവിടെ നമുക്ക് ജോയിന്റ് സെഷൻ വിളിച്ചു കൂട്ടാൻ റൂൾസ് ഇല്ല എന്നും കൂടി ഓർത്ത് വയ്ക്കുക. പാസ്സാക്കിയെടുക്കാൻ മാർഗമുള്ളൂ. പാസ്സായി കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് ഇത് സബ്സ്റ്റൻസ് വീറ്റോ വിടാനുള്ള അധികാരമില്ല. രാഷ്ട്രപതി സൈൻ ചെയ്തേ പറ്റുമെന്നും കൂടി ഓർമ്മിക്കുക. ഇതാണ് നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന വഴികൾ. ഇനി ഭരണഘടനാ ഭേദഗതികൾ നമുക്ക് 106 ഭേദഗതികളത് നമുക്ക് ഓരോ ക്ലാസ്സിലും ഓരോന്നായിട്ട് നമുക്ക് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഭരണ ഭേദഗതി ചെയ്യുന്ന മെത്തേഡുകൾ എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ 9846298093 എന്ന നമ്പർ കമന്റ് ചെയ്ത വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസുകളും നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം നല്ല ടോപ്പിക്കുമായി. അത് എല്ലാവർക്കും ബൈ.